നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഞാൻ കവിത കണ്ണൻ. സ്വയാവബോധം വിജ്ഞാന പ്രക്രിയയുമായി എങ്ങനെ ഇഴചേർന്ന് കിടക്കുന്നു? ഇതാണ് ഇന്നത്തെ ശുഭദിന ചിന്ത. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. എഴുത്തുകാരൻ ആ യോഗവര്യനോട് പറഞ്ഞു, എനിക്ക് ചില സംശയങ്ങളുണ്ട്. അങ്ങേക്കതിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമോ? യോഗവര്യൻ കുറച്ച് കടലാസും പേനയും കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ആദ്യം ഇതിലെഴുതൂ, എന്നിട്ട് നമുക്ക് സംശയങ്ങൾ തീർക്കാം. അയാൾ എഴുതി തുടങ്ങി. എത്ര എഴുതിയിട്ടും അറിയാത്ത കാര്യങ്ങൾ തീരുന്നില്ല. അവസാനം അയാൾ യോഗവര്യനോട് പറഞ്ഞു, ഇനിയുമുണ്ട് എനിക്ക് എഴുതാൻ, പക്ഷേ സ്ഥലം തികയില്ല. യോഗവര്യൻ ചോദിച്ചു, ഇത്രയധികം കാര്യങ്ങളിൽ അറിവില്ലാതിരുന്നിട്ടും എങ്ങനെയാണ് ഇത്രയധികം പുസ്തകങ്ങൾ എഴുതിയത്? എഴുത്തുകാരൻ പറഞ്ഞു, അതെല്ലാം എനിക്കറിയാവുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമായിരുന്നു. അറിവിൻ്റെ കാര്യത്തിൽ ഞാൻ വെറും പൂജ്യമാണെന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു. യോഗവര്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി താങ്കൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള യോഗ്യതയായി. ചോദിക്കൂ. അയാൾ തൻ്റെ സംശയങ്ങളിലേക്ക് കടന്നു. പരീക്ഷയിലെ ചോദ്യങ്ങൾ നമുക്ക് എന്തെല്ലാം അറിയും എന്നിളക്കാനാണ്. എന്നാൽ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നമുക്ക് എന്തൊക്കെ അറിയില്ല എന്ന് തെളിയിക്കാനാണ്. എന്തെല്ലാം തനിക്കറിയാം എന്നതിൻ്റെയും എന്തൊക്കെ തനിക്ക് അറിയില്ല എന്നതിൻ്റെയും മിശ്രിതമാണ് സ്വയാവബോധം. എന്തെല്ലാം അറിയില്ല എന്ന തിരിച്ചറിവാണ് എന്തൊക്കെ അറിയണം എന്ന വിജ്ഞാന പ്രക്രിയയിലേക്കുള്ള ആദ്യ കാൽവയ്പ്. ഒഴിഞ്ഞ ഇടങ്ങളെ നമുക്ക് നിറയ്ക്കാനാകൂ. അറിഞ്ഞതിനപ്പുറവും വസ്തുതകളുണ്ടെന്ന തിരിച്ചറിവാണ് വിജ്ഞാനത്തിലേക്കുള്ള വഴി. ആ വഴി നമുക്കും സഞ്ചരിക്കാനാകട്ടെ. ശുഭദിനം.